ഞാനിവിടെ 4 mm ഹുക്കാണ് എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് ഗ്രീൻ കളറാണ് എടുക്കേണ്ടത് കേട്ടോ. നമുക്ക് ഹാഫ് മുഴമാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഒരു 75 ചെയിൻ ഇടണം. ഹാഫ് മുഴമല്ല, ഇതുപോലുള്ള 1 മുഴമാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ 150 ചെയിൻ ഇടണം. 75 + 75, അപ്പൊ അതിൽ കൂടുതൽ വേണമെങ്കിൽ +75. അങ്ങനെയാണ് കേട്ടോ നമ്മൾ കൂടുതൽ മുഴമുള്ള മുല്ലപ്പൂ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നോട്ട് ഇട്ടിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 150 ചെയിനാണ് ഇടുന്നത്. 1 2 3 4 5 6 7 8 9 10 11 ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. ഇതാ ഇവിടെ ഞാനിപ്പോൾ 150 ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലാസ്റ്റ് നമ്മൾ 150 ചെയിൻ ആണെങ്കിലും ശരി, 75 ചെയിൻ ആണെങ്കിലും അതിന് മുകളോട്ടാണെങ്കിലും ആ 150 ഫിനിഷ് ആയതിനു ശേഷം ഒരു ചെയിനും കൂടെ ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ സെക്യൂർ ചെയ്യണം കേട്ടോ. ഇതാ ഇങ്ങനെ. അതിനുശേഷമാണ് നമ്മൾ വൈറ്റിയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ യാണ് നമ്മൾ സെക്യൂർ ചെയ്തതിന് ശേഷം നമ്മൾ വൈറ്റിയാണ് എടുക്കുക. നമ്മുടെ സ്ലിപ്പ് നോട്ട് നമ്മൾ ഇടുക. ഇട്ടതിന് ശേഷം ദാ ഈ വെരി ഫസ്റ്റിലുള്ള ദാ ഈ ചെയിനില്ലേ, ഈ ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ വൈറ്റ് യാണിൽ മേക്ക് ചെയ്ത് വെച്ച നമ്മുടെ ചെയിൻ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഒരു 3 സ്റ്റിച്ചസ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം പിന്നെ ആ സെയിം നമ്മൾ എവിടെയാണോ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വൈറ്റ് യാണ് കൊണ്ട് നമ്മൾ 3 സ്റ്റിച്ച് ചെയ്തത്, ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 4. എന്നിട്ട് ഈ യാണ് കുറച്ച് പുള്ള് ചെയ്ത് മേളിലോട്ട് വെക്കുക. നമ്മൾ പോപ്കോൺ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് നമ്മളിവിടെ 3 സ്റ്റിച്ചസ് ചെയ്തതിൻ്റെ ഈ മൂന്നാമത്തെ ഏറ്റവും എൻഡിലുള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിൽ കൂടെ നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു നമ്മളിവിടെ പുള്ളപ്പ് ചെയ്ത് വെച്ച യാണുണ്ടല്ലോ, ആ യാണെടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്തോടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെയും 2 ചെയിൻ ഇടും. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ എവിടെയാണോ ഈ സ്റ്റിച്ചസ് എല്ലാം ചെയ്ത് സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. ഓക്കെ, ഞാൻ ഒരു വട്ടം കൂടെ കാണിച്ചു തരാം. നമുക്കിതാ ഇവിടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇനി 2-3 വട്ടം കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള സ്റ്റിച്ചിലോട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ പുള്ളപ്പ് ചെയ്തിട്ട് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് അവിടെ 3 ചെയിൻ ഇടുക, പിന്നെ 4 ഡബിൾ ക്രോഷ്യ, യാണിങ്ങനെ വെക്കുക. പിന്നെ ഈ 3 സ്റ്റിച്ചസ് നമ്മൾ ഇട്ടതിൻ്റെ ഏറ്റവും മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെയുള്ള യാണ് പുള്ളപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ പോപ്കോൺ റെഡിയായി. പിന്നെ 2 സ്റ്റിച്ച് ഇടുക. ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇത് കണ്ടില്ലേ, നമുക്കിപ്പോൾ 2 ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വട്ടം കൂടെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റിച്ചിലോട്ട് തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ തന്നെ, എങ്കിലേ നമുക്ക് പൂ ഇങ്ങനെ അടുക്കടുക്കായിട്ട് കിട്ടുള്ളൂ. ഗ്യാപ്പിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ അടുക്കടുക്കായിട്ടുള്ള പൂക്കളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ അടുക്കടുക്കായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാ പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു, 3 ചെയിൻ ആ സെയിം പ്ലേസിൽ തന്നെ 4 ഡബിൾ ക്രോഷ്യ യാണ് പുള്ളപ്പ് വെക്കുക. അതിനുശേഷം ഇവിടെ നിന്നെടുത്ത്
ഈ ആണിങ്ങോട്ട് ചേർക്കുക. പോപ്കോൺ റെഡിയായി. പിന്നെ 2 സ്റ്റിച്ച് ഇടുക. പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച്. ഇങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ചെയ്ത് പോകണം. ഇപ്പൊ എനിക്ക് 3 പൂക്കൾ റെഡി ആയിട്ടുണ്ട് ജാസ്മിൻ. അവസാനം വരുമ്പോഴത്തേനും എല്ലാം ചെയ്ത് വരുമ്പോഴത്തേനും ഇതാ ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.